Hey guys, welcome back to my channel. Once again, we are here. So, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആണ്, പക്ഷേ പവർഫുൾ ആണ്. അപ്പം കാര്യം എന്താണെന്നല്ലേ കാര്യം പറഞ്ഞത് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പലരുടെയും ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പോളണ്ടിലേക്ക് പഠിക്കാൻ വരുമ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എടുക്കണോ പബ്ലിക് യൂണിവേഴ്സിറ്റി എടുക്കണോ, ഞാൻ ഏത് കോഴ്സ് എടുക്കണം? അപ്പം ഇതൊരു പലരുടെയും അലട്ടുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് മനസ്സിലാവും, കാരണം ഞാൻ ഈ ഒരു സിറ്റുവേഷൻ ഗോ ത്രൂ ചെയ്തതാണ്. എനിക്കറിയാം, ഞാനും നിങ്ങളെ ഈ ഷൂസിൽ കുറച്ച് കാലം മുന്നേ ഉണ്ടായിരുന്നു, ഒരു 5-6 കൊല്ലം മുന്നേ. അപ്പം സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഓവർവ്യൂ പറഞ്ഞുതരാം. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എങ്ങനെയാണ്, പബ്ലിക് യൂണിവേഴ്സിറ്റി എന്നുള്ളത്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഫുൾ ടൈം നിങ്ങൾക്ക് ക്ലാസ്സോ കാര്യങ്ങളോ ഉണ്ടാവില്ല, അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. പബ്ലിക് യൂണിവേഴ്സിറ്റി പോലെ തന്നെ അസൈൻമെന്റ്സും കാര്യങ്ങളും ഉണ്ടാവും, പക്ഷെ വീക്ക്ലി 3-2 days ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. എല്ലായിടത്തും ചില യൂണിവേഴ്സിറ്റീസ് ഉണ്ട് 5 ദിവസം ക്ലാസ് ഒക്കെ ഉള്ളൂ, പക്ഷെ അല്ലാതെ മിക്കതും ഒരു 2-3 days ഒക്കെ ക്ലാസ് ഉണ്ടാവുള്ളൂ, അതും ഒരു 3-4 hours ഒക്കെ ഉണ്ടാവുള്ളൂ. ഇവിടെ ഭയങ്കര നിങ്ങൾ എന്താ പറയുക, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഡിമാൻഡിങ് ആണോ അല്ല, അതായത് നിങ്ങൾ ഭയങ്കര തല കുത്തി മറിഞ്ഞ് പഠിക്കുക കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നിങ്ങൾ അത്യാവശ്യം ഒരു ഇംഗ്ലീഷ് നിങ്ങൾക്ക് വായിക്കാൻ അറിയാം, ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിലും ശരി, നിങ്ങൾ കോപ്പി അടിച്ചിട്ടെങ്കിലും പാസ്സാവും ഇവിടെ. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ. ഞാൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു, ഞാൻ കുഴപ്പമില്ലാതെ പഠിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ശരി പഠിച്ചിട്ട് തന്നെ പാസ്സായി. അപ്പം വലിയ ചൊറകളും കാര്യങ്ങളൊന്നുമില്ല, കുഴപ്പമില്ലാണ്ട് തന്നെ നിങ്ങൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ശരി, നിങ്ങൾക്ക് എന്താ പറയുക 1-2 വട്ടം വായിച്ചാൽ നിങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഒരു ഫുൾ ടൈം ജോബിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിനിഷ് ചെയ്യാൻ പറ്റും നിങ്ങളെ കോഴ്സ്. അപ്പം ഇതാണ് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഒരു വേ എന്ന് പറഞ്ഞാൽ, ഒരു പാത്ത് എന്ന് പറഞ്ഞാൽ. പബ്ലിക് യൂണിവേഴ്സിറ്റി ഓൺ ദ അതർ ഹാൻഡ്, പബ്ലിക് യൂണിവേഴ്സിറ്റി എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ 5 ദിവസം തന്നെ ക്ലാസ് ഉണ്ടാവും. 5 ദിവസം ഫുൾ 7 hours ക്ലാസ് ഉണ്ടായി, അല്ലെങ്കിൽ 8 hours ക്ലാസ് ഉണ്ടായിരിക്കണമെന്നില്ല, ഒരു 5-6 മണിക്കൂർ ഉണ്ടായിക്കോളാം, അല്ലെങ്കിൽ ഉണ്ടാവാം. പക്ഷെ വീക്ക്ലി നിങ്ങളെ എന്താ പറയുക, അധികം സമയവും നിങ്ങൾ സ്റ്റഡീസിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം ഒരുപാട് അസൈൻമെന്റ്സും എക്സാംസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നിങ്ങൾ എഡ്യൂക്കേഷൻ നന്നായി, അതായത് നിങ്ങളെ ദാറ്റ് വിൽ പുഷ് ടു ദ ലിമിറ്റ്സ് എന്ന് പറയില്ല, അതായത് നിങ്ങൾ മാക്സിമം സാധനങ്ങൾ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും സമയം കിട്ടിയെന്ന് വരില്ല. പക്ഷെ എന്നാലും എനിക്ക് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് പല കാര്യങ്ങളും, അതായത് അവരുടെ ജോലി മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അത് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർക്കൊക്കെ നമ്മളൊരു വലിയൊരു സെല്യൂട്ടിനെ കൊടുക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത്ര ഹവേഴ്സ് സ്റ്റഡീസ് കഴിഞ്ഞിട്ട് ആ ജോലിയും കൂടി അതിൻ്റെ ഒപ്പം കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞത് ഒരു ചില്ലറ കാര്യമല്ല. കാരണം എന്ന് പറഞ്ഞാൽ സമ്മർ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല, വിന്റർ ആകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇത്ര വൃത്തികെട്ട വെതർ വേറല്ല. കാരണം കാണാൻ വലിയ രസവും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെറുതായിട്ട് ഇവിടെ കൊടുക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുന്നു വിന്റർ എങ്ങനെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത്. ഓക്കെ, ആ വീഡിയോ കണ്ടിട്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് വിന്ററിന്റെ അവിടുത്തെ അവസ്ഥ. അപ്പൊ ഇങ്ങനത്തെ ഒരു വെതറൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതാണ് ഇവിടെ ഏറ്റവും ഒരു 5-6 മാസത്തിന്റെ കൂടുതൽ അത്രത്തോളം വിന്റർ ആണ്, തണുപ്പാണ് ഇവിടെ. അപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ തണുപ്പത്ത് എണീച്ചിന്ന് ജോലിക്ക് പോവുക, അതിന് പോവുക, പുറത്തും എന്താ പറയുക ഫിസിക്കൽ ജോബാണ്, അല്ലെങ്കിൽ ഇപ്പം പാർട്ട് ടൈം ജോബാണ്, മറ്റേതൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ ചെയ്യേണ്ട ജോലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ ചിലപ്പോൾ കൂട്ടിയേ കൂടില്ല. കാരണം വൃത്തികെട്ട തണുപ്പുമാണ്. കാരണം മൈനസിലൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ഫ്രീസിങ്, നമ്മൾ ലിറ്ററലി ഫ്രീസ് ആവുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ അത് ഇവിടെ വന്നാൽ മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പം അതൊന്നും ഒരു തമാശ കളിയല്ല. കാരണം ശരീരത്തിൽ ബോഡി പെയിൻ അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം വരും, എല്ലാ ഇഷ്യൂസും വരും. നിങ്ങളെല്ലാ ശരീരത്തിലുള്ള വേദനകളും പൊന്തുന്ന തണുപ്പുള്ള സമയത്താണ്. അപ്പം ഇങ്ങനത്തെ ഓരോരോ ഇഷ്യൂസ് വരും പാർട്ട് ടൈം ജോബ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ. ഇനി അതല്ല, നിങ്ങൾ ഇപ്പം കോർപ്പറേറ്റ് ജോബ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും ശരിയും പറയുമ്പോൾ പഠിത്തത്തിനൊപ്പം ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന പറഞ്ഞാൽ നിങ്ങൾ അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയാൽ മാത്രമേ പറ്റുള്ളൂ. അത്രത്തോളം ഡെഡിക്കേഷൻ വേണമെന്ന് പറഞ്ഞാൽ അത്രത്തോളം വേണം. പക്ഷേ പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ, പ്രൈവറ്റ് കോളേജിലാണ് നിങ്ങൾ പഠിച്ചതെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അത്രത്തോളം ഡെഡിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ജോലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ പഠിത്തം കൊണ്ടുനടക്കാൻ പറ്റും. അപ്പം അതായിരിക്കും നന്നാവുക. നിങ്ങളിപ്പം പഠിക്കാൻ കുറച്ച് വീക്കാണ്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എനിക്ക് സെറ്റിൽ ആയാൽ മതി, ഒരു ജോലി കിട്ടണം, എങ്ങനെയെങ്കിലും ഒന്ന് ഫുൾ സെറ്റ് ആവണം, കുറച്ച് കടങ്ങളും കാര്യങ്ങളിലൊക്കെ തീർക്കണം എന്നൊക്കെ ആണെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരാം. അതല്ല, നിങ്ങൾക്ക് പഠിത്തമാണ് നിങ്ങളുടെ മെയിൻ ഒബ്ജക്റ്റീവ്, പഠിച്ചാൽ മതി, എനിക്ക് ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ മതി, എനിക്ക് വീട്ടിലത്തെ കാര്യങ്ങളും മറ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ല, എൻ്റെ പാരൻസ് എന്നെ സപ്പോർട്ട് ചെയ്യും, യു ഹാവ് എ ബാക്കപ്പ്, യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് എനിത്തിങ്, ദെൻ ഗോ ഫോർ എ പബ്ലിക് യൂണിവേഴ്സിറ്റി. അങ്ങനെയാണെങ്കിൽ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പോവാം.
കാരണം ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് യു കെൻ ഫൈൻഡ് ഹിയർ. അടിപൊളി യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് ഇവിടെ കണ്ടെത്താൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റി യൂസ് ചെയ്യാം. ഇനിയിപ്പം പല ആൾക്കാരും എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും ചിലപ്പോൾ നാട്ടിൽ വലിയ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാവണമെന്നില്ല. ചിലപ്പോൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടും നാട്ടിൽ ചിലപ്പോൾ ജോലി ചെയ്തിട്ട് എന്താ പറയുക ഒരുപാട് ലോൺ ഉണ്ടാവും. ചിലപ്പം ഒന്ന് വിചാരിച്ച പോലെ സേവിങ്സോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. ചിലപ്പോൾ ഒരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട് നോക്കുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ +2 കഴിഞ്ഞിട്ട് ബാച്ചിലേഴ്സ് ഇവിടെ ചെയ്യാൻ വരുന്ന പിള്ളേരുണ്ടാവും, അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് കഴിഞ്ഞ് മാസ്റ്റേഴ്സിന് വരുന്നവരുണ്ടാവും. മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ചിങ്ങോട്ട് വരണം, എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് എങ്ങനെ രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൂട്ടരൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും കുറച്ചൊരു പൈസയിൽ വന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ആവണം ഇതാവാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി യൂസ് ചെയ്യാം. ഫീസ് സ്ട്രക്ചറിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിന്ന് വരാം. ചെറിയ വ്യത്യാസം പറഞ്ഞാൽ 1-2 ലക്ഷത്തിന് വ്യത്യാസം ഉണ്ടായിന്ന് വരാം. നിങ്ങൾ പറയാം പൈസയുടെ വ്യത്യാസം ഉള്ള പിന്നെ എന്തിനാണ് ഞാൻ ഇതെടുക്കുന്നത്, കുറച്ച് കഷ്ടപ്പെട്ടാലും. പക്ഷേ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു, ഒരു 3 ലക്ഷം കൊടുത്ത് നിങ്ങൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. നിങ്ങൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര മണിക്കൂർ നിങ്ങൾക്ക് നിങ്ങളെ പഠിത്തം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാറ്റി വെക്കേണ്ട ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര നേരം ഉണ്ടാവും, അത് ആലോചിച്ചാൽ മതി. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കിട്ടിയെന്ന് തന്നെ വരില്ല, ചിലപ്പോൾ കിട്ടും, കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, കിട്ടും. അതായത് ഒരു വീക്ക്ലി ഒരു 10 hours അല്ലെങ്കിൽ മാക്സിമം ഒരു 20 hours. പക്ഷെ അതൊക്കെ ക്വൈറ്റ് ഇമ്പോസിബിൾ ആണ് ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു ടൈമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഈ ഒരു ടൈം വെച്ചിട്ട് നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും, സാധ്യതകൾ വളരെ കുറവാണ്. പിന്നെ കോർപ്പറേറ്റ് ജോബ്സ് കിട്ടും. പക്ഷെ കോർപ്പറേറ്റ് ജോബ്സ് ആയാലും ശരി, അതിനും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയം നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾ അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയി മാത്രമേ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുള്ളൂ. നിങ്ങൾ ഇനി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 3 ലക്ഷം ഫീസ് കൊടുത്തു, പക്ഷേ നിങ്ങൾ വീക്ക്ലി ഒരു 3 or 4 hours നിങ്ങൾക്ക് ക്ലാസ് ഉള്ളൂ. അതൊരു 3 days അല്ലെങ്കിൽ 2 days ക്ലാസ് ഉണ്ടാവുള്ളൂ. ബാക്കി വരുന്ന സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടി. നിങ്ങൾക്ക് ഒരു ഫുൾ ടൈം കോർപ്പറേറ്റ് ജോബിനെ ചെയ്യാം. അത് തന്നെ ഏകദേശം ഒരു 1.5 ലക്ഷം 2 ലക്ഷം റുപ്യ സാലറി കിട്ടുന്ന ജോലികൾ ഇഷ്ടംപോലെ ഉണ്ട്. അതായത് ഞാൻ ഇവിടുത്തെ കറൻസി നേരെ നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്താൽ വന്ന ടാക്സ്, നിങ്ങളുടെ അക്കോമഡേഷൻ, ഫുഡ്, ഇങ്ങനത്തെ കുറെ എക്സ്പെൻസുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും നിങ്ങൾ ഇല്ലാന്ന് വിചാരിക്കും. 1 ലക്ഷം പറഞ്ഞല്ലോ ചാടല്ലോ വെച്ചിട്ട് അങ്ങനെയല്ല. കാരണം ടാക്സും കാര്യങ്ങളും അതും 26 വയസ്സിന് താഴെയാണെങ്കിൽ ടാക്സ് ഇല്ല, പക്ഷെ അല്ലാത്തവർക്ക് ടാക്സ് ഉണ്ടാവും. എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ അക്കോമഡേഷൻ, റെന്റ്, ഫുഡ്, പിന്നെ എന്താ പറയുക ഫീസിന് വേണ്ടി മാറ്റി വെക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള പൈസ എന്നാലും ശരി നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെ പൈസ സേവ് ചെയ്യാനും കാര്യം ഉണ്ടാവും. നിങ്ങളൊരു ഒരു കോർപ്പറേറ്റ് ജോബ് നിങ്ങൾ ചെയ്യുകയാണ്, സൈമൾട്ടേനിയസ്ലി നിങ്ങളൊരു എന്താ പറയുക പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊണ്ടു നടക്കാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു പൈസയുടെ ഡിഫറൻസ് നിങ്ങൾക്ക് അവിടെ മാച്ച് ചെയ്യാൻ പറ്റുന്നല്ല. നിങ്ങളിപ്പം ഒരു 2-3-4 മാസം കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ 3 ലക്ഷം നിങ്ങൾ സിമ്പിളായിട്ട് കവർ ചെയ്ത് പോകും. ഒരു മാസം 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ഉണ്ടാക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇതൊന്നും ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ട്. അപ്പം ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തരില്ല. കുറഞ്ഞ പൈസ ഉണ്ടാക്കുന്നവരുണ്ട്, കൂടിയ പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. നിങ്ങളുടെ സ്കിൽസ് അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും, നിങ്ങളുടെ ഐഡിയ അനുസരിച്ചും ഒക്കെ ഇരിക്കും ഈ കാര്യങ്ങളൊക്കെ. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, പബ്ലിക് യൂണിവേഴ്സിറ്റി, ഈ ഒരു ഇതിൽ 1-2 ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. അതായത് എൻ്റെ ഒരു വീഡിയോയിൽ താഴെ കമന്റ് ഉണ്ടായിരുന്നു. അതായത് ഫാഷൻ ഡിസൈനിങ് പോളണ്ടിൽ വന്നാൽ എങ്ങനെയാണ് സ്കോപ്പ്, അതേപോലെ ഇപ്പോൾ എഞ്ചിനീയറിംഗ് എടുത്തോട്ടെ, ആർക്കിടെക്ചർ എടുത്തോട്ടെ, ഇതിനൊക്കെ എന്ന് വെച്ചാൽ ലാംഗ്വേജ് ബാരിയർ ഇവിടെ ഉണ്ട്. നിങ്ങൾ പോളിഷ് ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് സ്കോപ്പ് ഉണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ ഇങ്ങനത്തെ ഒരു ഫീൽഡിലുള്ള ജോലികൾ എഞ്ചിനീയറിംഗ് ഉണ്ട്, പക്ഷേ ഫാഷൻ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ സ്കോപ്പ് വളരെ കുറവാണ്. അങ്ങനെയുള്ള ഒരു ഫീൽഡും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കുകയായിരിക്കും ഏറ്റവും നന്നാവുക. പക്ഷെ അതിന് പകരം നിങ്ങൾക്ക് ഇറ്റലി അല്ലെങ്കിൽ ഫ്രാൻസ് ഇങ്ങനത്തെ സ്ഥലങ്ങൾ ചൂസ് ചെയ്യാം. കാരണം ഇതൊക്കെ നോൺ ഫോർ ഫാഷൻ ആണ്. എന്താ പറയുക അടിപൊളി യൂണിവേഴ്സിറ്റീസും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അവിടേക്ക് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം റിക്രൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എടുത്തെടുക്കുന്ന ഏജൻസികൾ അല്ലെങ്കിൽ ആൾക്കാരുടെ നമ്പറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. വേണമെങ്കിൽ എനിക്ക് അറിയുന്ന 1-2 ആൾക്കാരുണ്ട്, അവരെ വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് അറിയുന്ന 1-2 ആൾക്കാർ, ഞാൻ അവരായിട്ട് കൊളാബറേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ നമ്പറും കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരാം, അയച്ചു തരുന്നതായിരിക്കും. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് എന്ത് പഠിച്ചാലും ഇവിടെ ജോലി കിട്ടും. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾ ഫൈനാൻഷ്യൽ എന്ത് സാധനം നിങ്ങൾ എടുത്താലും ശരി നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടും. ആകെ റിക്വയർമെന്റ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു ബാച്ചിലേഴ്സ് ഉണ്ടായിരിക്കണം. ഒരു ബാച്ചിലേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അധികം ജോലി എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ബാങ്കിങ് സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ ജോലികൾ ഇവിടെ കിട്ടുക. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ബാങ്കിലാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പം ഇങ്ങനത്തെ ജോബ്സ് ആണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. നിങ്ങൾ എക്കണോമിക്സ് പഠിച്ചോട്ടെ, ഫൈനാൻസ് പഠിച്ചോട്ടെ, ഈവൻ നിങ്ങൾ IT ഒക്കെ ആണെങ്കിലൊക്കെ ഇവിടെ ബെസ്റ്റ് ആണ്. IT ഒക്കെ സൂപ്പറാണ് അവിടെ.
എന്താ പറയുക, നിങ്ങൾക്ക് അത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്. IT, ഫൈനാൻസ്, അക്കൗണ്ട്സ്, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ അടിപൊളിയാണ്. നിങ്ങളിപ്പം ഈ ഒരു ഏതൊരു ഫീൽഡിൽ നിങ്ങൾ ഇപ്പോൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാലും എച്ച് ആറും പറയാൻ പറ്റും. HR ഏറ്റവും നല്ല ഫീൽഡാണ് ഇവിടെ. വണ്ടി എനിക്കൊന്നും കാറ് വരെ കൊടുക്കുന്നുണ്ട് തോന്നുന്നുണ്ട്, ഓരോ കമ്പനി അനുസരിച്ചാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏതൊരു ഫീൽഡിൽ നിങ്ങൾ പഠിച്ചിവിടെ ഇറങ്ങിക്കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഒരുപാട് ആസ് ഐ സെഡ് ഇൻ മൈ പ്രീവിയസ് വീഡിയോ, അതായത് പല ഇന്റർനാഷണൽ കമ്പനീസും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹ്യൂജ് ഫണ്ടാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് ആൾക്കാർ ആവശ്യമുണ്ട്. അപ്പം ഇപ്പോഴും ജോബ് എന്താ പറയുക, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്, ജോബ് വേക്കൻസീസ് ഉണ്ട് ഇവിടെ. അപ്പം നിങ്ങൾ ഏത് കോഴ്സ് പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞാലും ശരി, ഫൈനാൻസ് ഇങ്ങനത്തെ എന്ത് റിലേറ്റഡ് സാധനം പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞാലും ശരി, ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. നിങ്ങൾ പഠിക്കാനാണ്, പഠിത്തം മാത്രമാണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാം. പഠിത്തം മാത്രമല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇപ്പോൾ കളിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വീട്ടിലത്തെ ലോണും കാര്യങ്ങളൊക്കെ റീപേ ചെയ്തിട്ട് സെറ്റിൽ ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി യൂസ് ചെയ്യാം. പക്ഷേ പലരും ചിലപ്പോൾ നിങ്ങൾ വേറെ കൺസേൺ ആയിരിക്കാം, അതായത് നാട്ടിലത്തേക്ക് പോലെ പ്രൈവറ്റ് കോളേജിൽ പഠിച്ചാൽ ഇവിടെ എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഞാൻ പഠിച്ചിറങ്ങിയത് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന പോലത്തെയാണ്, അതായത് ഗവൺമെന്റ് തന്നെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റിന്റെ ആയിരിക്കും, പക്ഷേ ഗവൺമെന്റിന്റെ സീലും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. അത് വെച്ചെന്ന് വെച്ചിട്ട് നിങ്ങൾ ജോലിന്റെ കാര്യത്തിനും മറ്റേതിനും ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്ത് ജോലിക്ക് അപ്ലൈ ചെയ്യാം, ഏത് കോഴ്സിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നിങ്ങൾ പ്രൈവറ്റിൽ പഠിച്ചു പബ്ലിക്കിൽ പഠിച്ചു ഒരു ഡിഫറൻഷിയേഷനോ അല്ലെങ്കിൽ ഒരു സെഗ്രിഗേഷനോ അതിന്റെ പേരിലില്ല. ചില കമ്പനീസ് ഉണ്ടാവും, വളരെ വിരലുണ്ടാവുന്ന കുറച്ച് കമ്പനീസ് മാത്രമാണ് നിങ്ങളെ യൂണിവേഴ്സിറ്റിന്റെയും മാർക്കിന്റെയും പേരിൽ മാത്രം നിങ്ങൾക്ക് ജോലിക്ക് എടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കമ്പനീസിലൊക്കെ ജോലി ചെയ്യണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, പബ്ലിക് യൂണിവേഴ്സിറ്റി കൺസിഡർ ചെയ്യുന്നത് നന്നായിരിക്കും. അല്ലാത്തവർക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയിരിക്കും നന്നാവുക. അതേപോലെ തന്നെ ഒരു കൺസേൺ കൂടെ പറയാനുള്ളത്, ഞാൻ കേട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ വെസ്റ്റില എന്ന് പറയുന്നത്. ഞാൻ മലയാളമൊക്കെയാണ് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത്, ആ യൂണിവേഴ്സിറ്റി ഒഴിവാക്കാൻ നോക്കുക. കാരണം എനിക്ക് അവരോട് പേഴ്സണലി ദേഷ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവിടെ പഠിച്ചിറങ്ങില്ല. പക്ഷെ അവർക്കൊക്കെ ഈ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ പൈസ മാത്രം മതി എന്ന് പറയുന്ന ഒരു ടൈപ്പ് യൂണിവേഴ്സിറ്റി ഉണ്ട്. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇന്റർനാഷണൽ എക്സ്പോഷറും കാര്യങ്ങളും കിട്ടാൻ ചാൻസും കുറവാണ്. കാരണം എല്ലാം ഇന്ത്യക്കാരാണ്. നിങ്ങളൊരു ഒരു ഒരു UK പോകുന്ന അവസ്ഥ ഒന്നുമല്ല, അതേപോലെയാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് ആണ് അവിടെ ഉള്ളതെന്നാണ് എൻ്റെ അറിവിൽ. അപ്പം ഈ ഒരു യൂണിവേഴ്സിറ്റി ഒഴിവാക്കി പിടിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം നിങ്ങൾ പൈസ കുറച്ച് സേവ് ചെയ്യാനും പറ്റും. തൊട്ടേനും പിടിച്ചാലും പൈസ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയാണ്. അതിന് പറയുന്നത് UFMO അല്ലെങ്കിൽ വേറെ ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും നോക്കായിരിക്കും നന്നാവുക. ഇനി നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഏത് യൂണിവേഴ്സിറ്റിയാണ് എന്നൊക്കെ അറിയണം, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ താഴെ കമന്റ് ചെയ്യാം. I will help you with that. So, see you next time.